ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ Xavier. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുത്ത കണ്ണിന് ചുറ്റും കരിവലയം എന്ന് പറയില്ലേ, ഡാർക്ക് സർക്കിൾസ് അണ്ടർ ഐസ് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഈ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. മുൻപ് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ക്ഷീണം ഉണ്ടാവുക, അനീമിയ വരിക, മറ്റെന്തെങ്കിലും രോഗപീഠകളാൽ ക്ഷീണം ഉണ്ടാവുക ശരീരത്തിന്, അതുപോലെ വിളർച്ച, അനീമിയ പോലത്തെ രോഗാവസ്ഥകൾ, അതുപോലെ എന്തെങ്കിലും സ്ട്രോങ് മെഡിക്കേഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട്, ഇനി അതല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ്, പീരീഡ്സ് ഇറഗുലാരിറ്റീസ്, എക്സസീവ് സെക്ഷ്വൽ ഇൻ്റലിജൻസ്, ഇനി അതല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് പോലത്തെ പ്രശ്നങ്ങൾ. പിന്നെ കൂടുതൽ പേർക്കും ഇപ്പം ഉണ്ടാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അല്ലെങ്കിൽ മൊബൈലിൽ കൂടുതലായിട്ട് നോക്കിയിരിക്കുന്നുണ്ടോ കൂടുതൽ സമയം IT ജോബൊക്കെ ചെയ്യുന്നവർ. ഇനി ഉറക്കൊളിച്ചാലും വരും ഇത്, മനസ്സിലായി. ഒത്തിരി ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് വരും. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ കറുത്ത് വരുന്ന കാണാം. ഓക്കെ, അപ്പം അങ്ങനെ പല കാരണങ്ങളുണ്ട്, ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് ഈ കണ്ണിന് ചുറ്റും കറുത്ത നിറം വരുന്നുണ്ട്. പക്ഷെ അത് പലരും ഇങ്ങനെ ഒരു കോസ്മെറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെങ്കിലും ഓയിൻമെന്റ് പുരട്ടുക അങ്ങനെ കൊണ്ട് നടന്നിട്ടാണ് അത് തീർക്കാൻ നോക്കണം. പക്ഷെ അതുകൊണ്ട് അത് തീരൂല്ല. പലപ്പോഴും ഉള്ളിലേക്കും മരുന്ന് വേണ്ടി വരാറുണ്ട്. പക്ഷെ ഇത്തരം അവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന യാതൊരു ചിലവില്ലാത്ത വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമ്മുടെ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു സംഗതിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മനസ്സിലായോ? അത് മാത്രമല്ല, അത് ഇങ്ങനെ തയ്യാറാക്കണമെന്ന് പറയാം. അതിനു മുമ്പ് ഇതൊരു ബോണസ് പോയിന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന മറ്റ് രോഗാവസ്ഥകൾ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ചില ഔഷധയോഗങ്ങൾ പറയാം. അതുപോലെ ആയുർവേദ മരുന്നുകളിൽ ഇത് ഒരുപാട് മരുന്നുകൾ ചേരുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? അഭയാരിഷ്ടവും അഗസ്ത്യരസായനവും പത്യാപനർദ്ദമാദി കഷായവും ഇതിലൊക്കെ ഇത് ചേർക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ സംഗതിനെ പറ്റി കൂടുതൽ പറഞ്ഞതിന് മുമ്പ് ഇത് നമ്മുടെ അടുത്തുള്ള അങ്ങാടി മരുന്ന് കടയിൽ ചെല്ലുക, ഒരു 10 രൂപ കൊടുത്തിട്ട് ഈ മരുന്നുകൾ വേണമെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്കിത് അധികമൊന്നും വേണ്ട, ഒറ്റൊരെണ്ണം വേണ്ടു. അത് ഇച്ചിരി വെള്ളത്തിലിട്ട് കുതിർക്കുക. ഈ കണ്ണിന് ചുറ്റുമുള്ള കരിവലയത്തിന് എങ്ങനെയാണ് ചെയ്യാന്ന് ആദ്യം പറയാം. അതാണല്ലോ നിങ്ങൾക്കൊക്കെ ആകാംക്ഷയായിട്ടിരിക്കണേ. അത് ആദ്യം തന്നെ പറയാം. അപ്പം അത് ഈ മരുന്ന് പറയാട്ടോ, അതൊരു ഇച്ചിരി ഒരു ഗ്ലാസ്സിൽ ഇടുക. എന്നിട്ട് അതൊന്ന് മൂടുന്നത്ര വെള്ളം ഒഴിച്ചു വെക്കുക. നല്ല ശുദ്ധജലം, ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാരണ വെള്ളം ഒഴിച്ചു വെക്കുക. 1 മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട്. അത്ര നേരം ഒന്നും വേണ്ട, 1.5 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ടേ നല്ല കല്ലിൽ അതിങ്ങനെ നൈസായിട്ട് അങ്ങനെ ഉരച്ചൊരച്ച് രാവി ഇങ്ങനെ ആ വെള്ളം വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. അതിലപ്പോൾ വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ മയം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിങ്ങനെ നന്നായിട്ട് ഉരച്ചെടുക്കുക. അമ്മിക്കല്ലൊന്നും മുളകരയ്ക്കണം, അമ്മിക്കല്ലിലൊന്നും അരക്കരുത് കേട്ടോ. കണ്ണിന് ചുറ്റും പറ്റുള്ളതാണ്, വിവരം അറിയും. അല്ല, അമ്മിയൊന്നും കൊണ്ട് ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പം നല്ല പോളിഷ്ഡ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റോണിൽ ഒരു കല്ലിൽ നന്നായിട്ട് ഇങ്ങനെ അരച്ച് അതിങ്ങനെ എടുക്കുക. എന്നിട്ട് അതിങ്ങനെ വിരലിൽ ഇങ്ങനെ എടുത്തിട്ടേ നമ്മൾ അച്ചാറ് തോണ്ടില്ലേ, അതുപോലെ തോണ്ടി അങ്ങനെ എടുത്തിട്ട് കണ്ണിൻ്റെ ചുറ്റും അങ്ങ് പരട്ടിയിടുക. അത് 2 കണ്ണിന് ചുറ്റും സർക്കിൾ. നമ്മൾ കണ്ണിന് ചുറ്റും പറ്റുമ്പോഴേ നമ്മുടെ ഈ വിരൽ ഉപയോഗിച്ചാൽ ഇച്ചിരി ഹാർഡാ. പക്ഷെ ഈ വിരലാണെങ്കിൽ മോതിരവിരലിൻ്റെ തുമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ആയിരിക്കും, ഇച്ചിരി സോഫ്റ്റാ. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് 2 സർക്കിളിലും ഇച്ചിരി പുറത്തേക്ക് കടത്തി പരട്ടിയിടുക. ഓക്കെ, അങ്ങനെ പരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതിങ്ങനെ വലിഞ്ഞു കൊടുക്കും. മാക്സിമം ഒരു 20 മിനിറ്റ്. അത് കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ നല്ല ശുദ്ധജലത്തിലാണ് കഴുകുക. ഓക്കെ, ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഒട്ടനവധി ഒരു 2-3 ആഴ്ച, ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വ്യത്യാസം കണ്ടു തുടങ്ങും. ഒരു 2-3 ആഴ്ച അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം കാണും. ഈ മുൻപറഞ്ഞ കാരണങ്ങൾ ഏതേത് കാരണങ്ങൾ കൊണ്ടുണ്ടായതായാലും ഇത് മാറുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. പക്ഷെ ഇത് വലിയ ചിലവൊന്നുമില്ല, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇനി കണ്ണിന് നല്ലതുമാണ്, മനസ്സിലായോ? കണ്ണിന് കുളിർമ ഉണ്ടാവാനും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന നീർക്കെട്ട് പോകാനും അവിടേക്ക് സർക്കുലേഷൻ കൂടാനും ഒക്കെ ഇത് ഗുണം ചെയ്യും. അപ്പം ഇപ്പോൾ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ഇത് എന്താ മരുന്നെന്നല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, കടുക്ക. ഇത് നമ്മുടെ അങ്ങാടി മരുന്ന് കടയിൽ പോയിട്ട് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. അത് നമുക്ക് ഒരെണ്ണം വേണ്ടു. അതിങ്ങനെ ഒരെണ്ണം അരച്ചാൽ നിങ്ങൾക്ക് മാസങ്ങളോളം ഉപയോഗിക്കാം, വലിയ ചിലവൊന്നുമില്ല. നിങ്ങൾ കുറേ ഓയിൻമെൻറ്റിനും ക്രീമിനും ഒക്കെ കുറേ വലിയ തുകകൾ മുടക്കിയിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് വിലയില്ലാതെ കാണരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒട്ടനവധി ഗുണങ്ങളാണ്. ഒരുപാട് ആയുർവേദ മരുന്നുകളിലെ പ്രധാന ഘടകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യസ്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പാചന ഗുണമാണ്. നമ്മൾ ആയുർവേദ ചികിത്സയിൽ ഇങ്ങനെ ശരീരത്തിൽ മുഴുവൻ നീർക്കിട്ടുണ്ടാവും, എല്ലാ സന്ധികളിലും വേദനയുടെ, പ്രത്യേകിച്ച് രക്തവാദം, ആമവാദം, ഇനിയിപ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഒട്ടനവധി കേസുകളിലൊക്കെ ഈ ആമത്തിനെ പജിപ്പിക്കാനുള്ളൊരു സ്വഭാവത്തിനുണ്ട്. ചുക്കിനും ഇഞ്ചിയോ ദീപനം അഗ്നിനെ വർദ്ധിപ്പിച്ചിട്ട് ദഹിപ്പിക്കുക ചെയ്യുക. ഇതങ്ങനെയല്ല, ഇത് സ്വതവേ ഇതിനാൽ തന്നെ പചനം കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പ്രത്യേകത, പാചന ഗുണമാണ് ഇതിന്. ഇനിയിപ്പോൾ ഇതിന്റെ രസഗുണവീര്യ വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ ലവണരസം, അതായത് ഉപ്പ് രസം ഒഴികെയുള്ള ആകെ 6 രസമാണ്. തിക്ത കടു കഷായ ഉഷ്ണം, അങ്ങനെ മധുര അമ്ല ലവണ തിക്ത കടു കഷായം, ഇങ്ങനെ 6 രസങ്ങളാണ്. ഇതിൽ ഈ ലവണരസം, അതായത് ഉപ്പ് രസം ഒഴികെയുള്ള 5 രസങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്.
അതായത് മധുരരസമുണ്ട്, അമ്ലരസമുണ്ട്, തിക്തരസമുണ്ട്, കടുരസമുണ്ട്, കഷായ രസമുണ്ട്. ഈ 5 രസങ്ങളും ചേർന്നാണ്. അതുപോലെ ഉഷ്ണവീര്യമാണ്, ലഘു ഗുണമാണ്, രൂക്ഷ ഗുണമാണ്, മധുര വിഭാഗമാണ്. ഇതാണ് ആയുർവേദ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം ടെർമിനാലിയ ചെബുല എന്നാണ്. സംസ്കൃതത്തിലെ അഭയാന്നും ഹരീതകീന്നും പഥ്യാന്നും ഒക്കെ വിളിക്കും. ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ചില മരുന്നുകളാണ് അഭയാരിഷ്ടവും പഥ്യാപുനർദ്ദവാദി കഷായവും അഗസ്ത്യരസായനും. ഇനി ഒട്ടനവധി മരുന്നുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കടുക്ക വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ്, വളരെ ചീപ്പാണ്. ഇത് നമ്മുടെ കണ്ണിന്, ഈ കരിവലയത്തിന് മാത്രമല്ല, കണ്ണിനുണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും അതിൽ നീർക്കെട്ടും. ഇപ്പോൾ കൂടുതൽ നേരം ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുക, കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ കൂടുതൽ സമയം നോക്കിയിരിക്കേണ്ടി വരുന്നുണ്ടല്ലോ പല ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ക്ഷീണവും നീർക്കെട്ടും ഒക്കെ കുറയുന്നതിനും സഹായിക്കും. ഒപ്പം തന്നെ ഈ കണ്ണിന് ചുറ്റും ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കറുത്തപാട് വരുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിനും സാധിക്കും. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ചീപ്പായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രയോഗിച്ച് നോക്കുക. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കണം. ഒത്തിരി സമയം ഓവർനൈറ്റ് ഒന്നും ഇടണ്ട. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് നേരം. എന്നിട്ട് അത് നന്നായിട്ട് പോളിഷ് ചെയ്ത് ഇങ്ങനെ അരച്ചരച്ച് നൈസാക്കി എടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കണ്ണിന് ചുറ്റും പുരട്ടാനുള്ളതാണ്. വേറെ കരടോ മുളകോ മറ്റ് പദാർത്ഥങ്ങളൊന്നും അവിടെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം ഈ ഉരയ്ക്കുന്ന പ്രതലത്തിൽ. ഓക്കെ, എന്നിട്ട് നൈസ് ഫൈൻ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഈ വിരലാണ് അതിന് നല്ലത്. ചുറ്റും പുരട്ടുക, 2 കണ്ണിലും പുരട്ടുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. രാവിലത്തെ നേരം അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞിട്ടാണ് നല്ലത്. നല്ല വെയിലുള്ളപ്പോൾ ചെയ്യരുത്, മനസ്സിലായോ? കണ്ണിന് ചുറ്റുള്ള എന്ത് പരിപാടികളും നല്ല വെയിലുള്ള സമയത്ത് ചെയ്യരുത്. നമ്മളിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കണ്ണ് കഴുകുകയാണെങ്കിൽ തന്നെ നമ്മൾ വായിൽ കവള് നിറച്ച് വെള്ളം പിടിച്ചിട്ട് വേണം കണ്ണ് കഴുകാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാപ്പിലറീസ്, ആ ചെറിയ മൈന്യൂട്ട് കാപ്പിലറീസ് ആണ്, ബ്ലഡ് വെസൽസും ഒക്കെ. അപ്പോൾ പെട്ടെന്ന് തണുപ്പൊക്കെ അടിക്കുമ്പോൾ കൊണ്ട് ഷ്രിങ്ക് ചെയ്യും. ആ ഷോക്ക് ചിലപ്പോൾ കണ്ണിന് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു കവള് വെള്ളം പിടിച്ചിട്ട് വേണം കണ്ണ് കഴുകണം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്ന് കഴുകി ഒന്ന് തുടച്ചതിന് ശേഷം ഈ അരച്ചെടുത്ത ലേപം കണ്ണിന് ചുറ്റും പറ്റിയിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. ഇത് നിത്യേന പതിവായിട്ട് രാവിലെ അങ്ങ് ചെയ്തോ അല്ലെങ്കിൽ ഉച്ചരിഞ്ഞ് ചെയ്തോ. മനസ്സിലായി? ചൂട്ടത്തിനൊക്കെ കയറി വരികയാണെങ്കിൽ ഉടനെ ചെയ്യരുത്. കുറച്ചൊന്ന് ഓഫീസ് കഴിഞ്ഞു വന്നിട്ടാണ് ചെയ്യണമെങ്കിൽ ഒന്ന് 1 മണിക്കൂർ കണ്ണും ദേഹമൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം വേണം ചെയ്യാൻ. രാവിലെ ചെയ്യണം ഏറ്റവും ഉത്തമം. അപ്പോൾ നൈസായിട്ട് അരച്ചെടുത്ത് കണ്ണിന് ചുറ്റും പറ്റിയിടുക. ഒരു 3 ആഴ്ച അടുപ്പിച്ച് ചെയ്യുക. നിത്യേന ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് വ്യത്യാസം കണ്ടു തുടങ്ങും. ഇനിയിപ്പോൾ ഇതെല്ലാ കണ്ടീഷനിലൊന്നും പൂർണ്ണമായിട്ട് മാറുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. കണ്ണിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ബോണസ് പോയിന്റ് പോലെ 2 മറ്റു ഉപയോഗങ്ങളും കൂടെ പറയാം. അതായത് ഈ സ്ക്രോട്ടൽ ഇൻഫ്ലമേഷൻ, അതായത് വൃഷ്ണവീക്കം എന്ന് പറഞ്ഞ രോഗാവസ്ഥയുണ്ട്. അതിൽ ഈ കടുക്കയുണ്ടല്ലോ, കടുക്ക നമ്മൾ ഗോമൂത്രത്തിൽ പുഴുങ്ങണം, വേവിക്കണം. എന്നിട്ടത് അരച്ചെടുത്തിട്ട് ആ അരച്ചെടുത്ത ലേപമുണ്ടല്ലോ അത് നമ്മൾ അല്പം ആവണക്കണ്ണിയും കൂടി ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിക്കുക. ഇത് ഈ സ്ക്രോട്ടൽ വീക്കത്തിന് നല്ലതാണ്. അവിടെ പുരട്ടിയിടാനും ഉപയോഗിക്കാം, വൃഷണ വീക്കത്തിന് ഉപയോഗിക്കാം. അതേപോലെ ഇത് ഗോമൂത്രത്തിൽ വേവിച്ച് ഉണക്കി പൊടിച്ച പൊടി ആ ഉണക്കെണ്ണയിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ മഹോദരം, അസൈറ്റീസ്, വയറിങ്ങനെ വീർത്ത് ഫ്ലൂയിഡ് കണക്ഷൻ വരിക, അതുപോലെ അർഷസ്, പൈൽസ് പോലത്തെ രോഗാവസ്ഥയിൽ, അതുപോലെ പൊണ്ണത്തടി, ഇതൊക്കെ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. അതായത് ഗോമൂത്രത്തിൽ വേവിച്ചതിന് ശേഷം നിഴലിൽ ഉണക്കി പൊടിച്ചത് ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണോ എടുത്ത് ശോധനയ്ക്കനുസരിച്ച് ദോഷത്തിൻ്റെ തീവ്രത അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അത് ആവണക്കണ്ണയും ചേർത്ത് ഒരു 10-15 മില്ലി ആവണക്കണ്ണയിൽ കലക്കി ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് സേവിക്കുന്നത് ഈ അർഷസ് അല്ലെങ്കിൽ മഹോദരം, അതുപോലെ അതിസ്ഥൗല്യം, പൊണ്ണത്തടി, ദുർമേധസ്, ഇത്തരം രോഗാവസ്ഥകളിൽ നല്ലതാണ്. അതുപോലെ ഈ വൃഷണ വീക്കത്തിലും ഇത് പുരട്ടിയിടുന്നതിനും ഉള്ളിലേക്ക് കഴിക്കുന്നതിനും നല്ലതാണ്. ഓക്കെ, ഇതുകൊണ്ട് മാത്രമാവില്ല, ഇതും സഹായകമാവും. ഒരു പൊടിക്കൈ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അല്ലേ, വളരെ നിസ്സാര വിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്കുള്ള മരുന്നുകളും അതുപോലെ ഇതിന് മറ്റ് രോഗാവസ്ഥകളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. മറ്റ് മരുന്നുകൾ ചേർത്ത് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഡോക്ടറെ കൺസൾട്ടേഷൻ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് മാത്രമായിട്ട് ഇങ്ങനെ കണ്ണിന് ചുറ്റും പുരട്ടി നോക്കുന്നുണ്ട് വിരോധമൊന്നുമില്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഉണ്ടല്ലോ, നമുക്ക് 4 പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ മുമ്പ് ചെയ്തിട്ടുള്ള പ്രമുഖ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതെല്ലാം കയറി കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യാണ്ട് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഒരു ഉപകാരം ആയിക്കോട്ടെ നെയ്, ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ. നമ്മുടെ ചെറുമലച്ചൻ പറയണ മാതിരി ഒരു ചേതമില്ലാത്ത ഉപകാരം നെയ്
ചുമ്മാ ചെയ്യാലോ. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക. പിന്നെ ഒരു പ്രധാന കാര്യം, ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വിടുക. അപ്പോൾ ഡെയിലി 3 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. എല്ലാ വീഡിയോകളും കാണാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പോയാലേ നാളെ 3 മണിക്ക് വീണ്ടും വരാൻ പറ്റുള്ളൂ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.